ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി സോയാബീൻ മസാലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സോയാബീൻ കറിയാണിത്. ചപ്പാത്തിയുടെ കൂടെ അതുപോലെ തന്നെ ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സോയാബീൻ കറിയാണ്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോയാബീൻ വേവിക്കാൻ വേണ്ടി അവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലവണ്ണം തിളച്ചു വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു കപ്പ് സോയാബീൻ ഇട്ട് കൊടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് സോയാബീൻ പുതിർത്തിക്കാണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് സോയാബീൻ തിളപ്പിച്ചെടുക്കുന്നത്. ഒരു 5 മിനിറ്റ് ഒക്കെ ഒന്ന് തിളപ്പിച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സോയാബീനിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതിനുവേണ്ടി ഇവിടെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലവണ്ണം ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വരുമ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി, ഒരു ഉള്ളിയുടെ പകുതിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതൊന്ന് നമുക്ക് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉള്ളി ഒന്ന് ഇട്ട് വന്നതിന് ശേഷം ഒന്നൊന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഉള്ളി വാടി വരുന്നതിന് വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പാണ് ചേർത്തി കൊടുക്കുന്നത്. അപ്പൊ ഉപ്പിടുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. നമ്മൾ സോയാബീനിലേക്ക് ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ സോയാബീനിലേക്ക് ആദ്യം ഉപ്പിട്ട് കൊടുത്തതുകൊണ്ട് നമ്മൾ മസാല തയ്യാറാക്കുമ്പോൾ അതിനനുസരിച്ച് വന്നിട്ട് ഉപ്പിട്ട് കൊടുക്കാൻ ഉപ്പ് കൂടാതെ ശ്രദ്ധിക്കണം. ഉള്ളി ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ നല്ലവണ്ണം ഇവിടെ വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. 1 മിനിറ്റ് 2 മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പം തന്നെ പച്ചമണം ഒന്ന് പോയി കിട്ടുന്നതാണ്. എന്നിട്ടാണ് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് പോയതിനു ശേഷം തക്കാളിയും കറിവേപ്പിലയുമാണ് ഇവിടെ ചേർക്കുന്നത്. കറിവേപ്പില വേണമെങ്കിൽ ഉള്ളി വഴറ്റുമ്പോൾ തന്നെ ചേർക്കാവുന്നതാണ്. ഞാൻ ഇപ്പോഴാണ് ചേർത്തത്. ഇനി ഒന്ന് തക്കാളി നല്ലവണ്ണം ഒന്ന് വാടി വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. തക്കാളിയൊക്കെ അവിടെ നല്ലവണ്ണം വഴണ്ടു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് 1 സ്പൂൺ വരെ മുളകും പൊടിയാണ് ചേർക്കേണ്ടത്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ 1 സ്പൂൺ 1.5 സ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. നല്ല എരിവുള്ള മുളകാണെങ്കിൽ എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയാണ് ഇവിടെ 1 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചിക്കൻ മസാല ഇവിടെ ചേർക്കുന്നത്. ഇത് ഓപ്ഷണൽ ആണ്. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർക്കുമ്പോൾ ഒന്നും ടേസ്റ്റ് കൂടുന്നതാണ്. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. മസാലപ്പൊടിയുടെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ്. അപ്പൊ പച്ചമണമൊക്കെ പോയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സോയാബീൻ ചേർത്ത് കൊടുക്കാം. സോയാബീന് നല്ലവണ്ണം പീഞ്ഞ് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. വെള്ളം ഒട്ടും തന്നെ ഉണ്ടാകാൻ പാടില്ല. സോയാബീൻ നല്ലോണം പിഴിഞ്ഞ് വേണം ചേർക്കാൻ എന്ന് പറയുന്നത് സോയാബീനിലേക്ക് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. മസാല എല്ലാം ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളമാണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ സോയാബീൻ നേരത്തെ തന്നെ വേവിച്ച് വെച്ചത് കൊണ്ട് തന്നെ ഇനി അധികം വേവൊന്നും ഉണ്ടാകത്തില്ല. 2-3 മിനിറ്റ് ഒന്ന് തള വരുന്നതിന് തിളപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോയാബീൻ മസാലയിലേക്ക് തന്നെ ഉപ്പിട്ടത് കൊണ്ട് തന്നെ ഉപ്പുണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഉപ്പിന്റെ ചെറിയൊരു കുറവുണ്ട്. വേണ്ട ഉപ്പ് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ. വെള്ളം ചേർത്തതിന് ശേഷം നല്ലോണം കുറുക്കിയെടുക്കണം കേട്ടോ മസാലക്കറി. ഇനി ഇത് ചപ്പാത്തിയുടെ കൂടെ അതുപോലെ തന്നെ ചോറിന്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പൊ അതായത് നമ്മുടെ സോയാബീൻ കറി ഇവിടെ സോയാബീൻ മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചപ്പാത്തിയുടെ കൂടെ അതോ ചോറിന്റെ കൂടെയൊക്കെ നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.